ചില കഥകൾ വെറുമൊരു വിജയത്തിൻ്റെതല്ല, അത് കാലം കാത്തുവയ്ക്കുന്ന ചില കാവ്യനീതികളുടെ പൂർത്തീകരണമാണ്. ഇതാ ഫുട്ബോൾ ലോകം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിപ്പമേറിയ, ഏറ്റവും വികാര നിർഭരമായ ഒരു അധ്യായത്തിന് വടക്കേ അമേരിക്കൻ മണ്ണിൽ സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് ഒരു മനുഷ്യൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിലേക്ക് ആ മനുഷ്യനെ നെഞ്ചിലേറ്റുന്ന ഒരു കൂട്ടം യുവസിംഹങ്ങൾ കനക കിരീടവുമായി നടന്നു കയറുന്നതിൻ്റെ കഥയാണ്. അതെ, 2026 വേൾഡ് കപ്പിൽ ലോകം കാണാൻ പോകുന്ന പോർച്ചുഗീസ് വിപ്ലവത്തിൻ്റെ കഥ. ആവേശഭരിതവും വേഗതയേറിയതുമാകുന്ന ഫുട്ബോളിൻ്റെ ചരിത്ര പുസ്തകം തുറന്നാൽ പോർച്ചുഗൽ എപ്പോഴും പ്രതിഭകളുടെ വിളനിലമായിരുന്നു. കറുത്തമുത്ത് യുസേബിയ തൊട്ട് മാന്ത്രികൻ യുയിസ് ഫിഗോയും ഡെക്കോയും വരെ കാൽപന്ത് കൊണ്ട് കവിത വിരിയിച്ചവർ. പക്ഷേ പ്രതാപമുണ്ടായിരുന്ന പല കാലങ്ങളിലും അവർക്ക് കുറവുകളുമുണ്ടായിരുന്നു. ചിലപ്പോൾ പ്രതിരോധത്തിലെ പാളിച്ചകൾ, ചിലപ്പോൾ മധ്യനിരയിലെ ക്രിയേറ്റിവിറ്റിയുടെ കുറവുകൾ. എന്നാൽ ഇന്ന് 2026 ആ കുറവുകളെല്ലാം പഴങ്കഥകളാണ്. ഇന്ന് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിൽ തങ്ങളുടെ കരിയറിൽ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന, കളി ജയിപ്പിക്കാൻ കെൽപ്പുള്ള പടയാളികളാണ് ഈ ചുവപ്പും പച്ചയും ജേഴ്സി അണിയുവാൻ കാത്തിരിക്കുന്നത്. നമുക്ക് ആ പ്രതിരോധ കോട്ടയിൽ നിന്ന് തന്നെ തുടങ്ങാം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ക്യാപ്റ്റന്മാരിൽ ഒരാളായി പ്രീമിയർ ലീഗിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഡിഫൻഡറായി നിലകൊള്ളുന്ന റൂബൻ ഡയസ്. ടാക്കിളുകളിലെ കൃത്യതയും കളി റീഡ് ചെയ്യാനുള്ള കഴിവും കൊണ്ട് അയാൾ നയിക്കുന്ന ഡിഫൻസ് ഭേദിക്കുക എതിരാളികൾക്ക് അസാധ്യം തന്നെയാകും. അവർക്കൊപ്പം PSG ശക്തനായ നൂനോ മെൻഡസ് ഇടതുവിങ്കിൽ വേഗതയുടെ കൊടുങ്കാറ്റ് തീർക്കുമെന്നുറപ്പ്. കരിയറിൻ്റെ ഏറ്റവും അത്യുന്നത നിലയിൽ നിൽക്കുന്ന മെൻഡസിൻ്റെ ഓവർലാപ്പിംഗ് റണ്ണുകളും ക്രോസുകളും ഏതൊരു പ്രതിരോധത്തെയും കീറിമുറിക്കാൻ പോകുന്നതാണ്. അതയാൾ തെളിയിച്ചതുമാണ്. വലതുവിങ്ങിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വിശ്വസ്തൻ ഡിയാഗോ ഡൈലോട്ടും ബാഴ്സയുടെ കാൻസുലയും സമേതയും കൂടിയാകുമ്പോൾ പോർച്ചുഗലിൻ്റെ കോട്ടയ്ക്ക് കാവൽ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബാക്ക് സഖ്യമാണ്. ഡൈസിനൊപ്പം പോർട്ടോയുടെ ഇനാസിയയും ബെൻഫിക്കയുടെ തോമസ് അറാഹോയും വിയാറയലിൻ്റെ വിയേഗയും ഇതെല്ലാം മറികടന്ന് ചെന്നാൽ അവർക്ക് മുന്നിൽ പോർട്ടോയുടെ അമാനുഷികനായ ഗോൾ കീപ്പർ, പലവട്ടം പോർച്ചുഗലിനെയും റൊണാൾഡോയും രക്ഷിച്ചെടുത്ത ഡിയാഗോ കോസ്റ്റ ഒരു വൻമതിൽ പോലെ കാവലാളായി ഉണ്ടാകും. കൂടെ ജോസയും റൂയി സിൽവയും റിക്കാർഡോ വെല്ലാഹയും. ഇനി ഇന്നിൻ്റെ ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ മധ്യനിര. അവിടെയാണ് പോർച്ചുഗലിൻ്റെ തന്ത്രങ്ങളെല്ലാം നെയ്യപ്പെടുന്നത്. ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും ക്രിയേറ്റീവായ മിഡ്ഫീൽഡർമാരിൽ ഒരാളായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഒറ്റയ്ക്ക് തോളിലെറ്റുന്ന ബ്രൂണോ ഫെർണാണ്ടസ്. തൻ്റെ കരിയറിൻ്റെ ഏറ്റവും പീക്ക് ഫോമിലാണ് അയാളിന്ന്. എതിരാളികളുടെ പ്രതിരോധലയും തകർക്കുന്ന ബ്രൂണോയുടെ ത്രൂ പാസുകൾ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ ആയുധം തന്നെയായിരിക്കും. ഒപ്പം സമ്മർദ്ദഘട്ടങ്ങളെപ്പോലും ഒരു നൃത്തം പോലെ മനോഹരമാക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെർണാഡോ സിൽവയും. ഇന്നീ ഫുട്ബോൾ ലോകത്തിലെ മികച്ച മിഡ്ഫീൽഡർ ആരാണെന്ന് ചോദിച്ചാൽ പലരുടെയും ഉത്തരം ചെന്ന് നിൽക്കുക ആ ഒരൊറ്റ പേരിലായിരിക്കും. പന്തടക്കം കൊണ്ട് ആരാധകരുടെ ഹൃദയത്തിലേക്ക് കയറിക്കൂടിയ മാന്ത്രികനായ, ഒരു കളിയുടെ ഋതം അതിമനോഹരമായി നിയന്ത്രിക്കാൻ കഴിയുന്നവൻ, കണ്ടിരിക്കുന്നവർ പോലും ആരാധകനായി പോകും. അത് വിറ്റിനോ. PSG കളി നിയന്ത്രിക്കുന്ന വിറ്റിനയും കൂടി ചേരുമ്പോൾ പോർച്ചുഗൽ മിഡ്ഫീൽഡ് ഒരു അജയ്യമായ പവർ ഹൗസായി മാറുമെന്നുറപ്പ്. കൂടെ അയാളുടെ താളത്തിനൊപ്പം മനപ്പൊരുത്തം കൊണ്ട് കളിമനയുന്ന യങ് ടാലന്റ് ജാവോ നവസും, വിത്ത് സ്ട്രോങ് ആൻഡ് പവർഫുൾ എക്സ്പീരിയൻസ്ഡ് റൂബൻ നവസും സാമുവൽ കോസ്റ്റയും. ഇനി അങ്ങ് അറ്റാക്കിലാണ് കളി. അറ്റാക്കിലേക്ക് വരുമ്പോൾ AC മിലൻ്റെ സുൽത്താൻ റാഫേലിയാവോ ഇന്ന് തൻ്റെ കരിയറിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കറാണ്. വിങ്ങുകളിലൂടെയുള്ള അയാളുടെ അസാധ്യമായ ഡ്രിബ്ലിങ്ങും വേഗതയും ഡിഫൻസർമാർക്ക് ഒരു പേടി സ്വപ്നം സൃഷ്ടിക്കും. ഒപ്പം കളി മാറ്റാൻ കൽപ്പുള്ള ചെൽസിയുടെ പെഡ്രോ നെറ്റോയും ഏത് നിമിഷവും ഗോളടിക്കാൻ പാകത്തിന് ബോക്സിൽ കാത്തു നിൽക്കുന്ന യുവ ഗോൾ മിഷ്യൻ ഗോൺസലോ റാമോസും. കൂടെ ജാവോ ഫെലിക്സും ട്രിൻകാവും കോൺസിസ്കാവും കാൻസലോ ഗുണ്ടസും എന്തിനും തയ്യാറായി നിൽക്കുന്നുമുണ്ട്. എന്നാൽ ആരാധകരുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഈ കഥയുടെ ജീവനും ആത്മാവുമായ ഒരു പേര് കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അതെ, കരിയറിൻ്റെ അവസാന ഘട്ടത്തിലും തൻ്റെ അടങ്ങാത്ത വിജയദാഹവുമായി നിൽക്കുന്ന ആ 41കാരൻ ഇതിഹാസം. പ്രായം അയാളുടെ വേഗത കുറച്ചിട്ടുണ്ടാകും, പക്ഷേ ബോക്സിനുള്ളിലെ അയാളുടെ പൊസിഷനിങ്ങും ഒരു ഹാഫ് ചാൻസ് പോലും ഗോളാക്കി മാറ്റാനുള്ള അയാളുടെ ക്ലിനിക്കൽ ഫിനിഷിങ്ങും ഇന്നും ലോകത്തിലെ 1-ാം നമ്പർ തന്നെയാണ്. തൻ്റെ
അനുഭവ സമ്പത്ത് കൊണ്ട് ഈ യുവനിരയെ നയിക്കുന്ന റിയൽ കിങ് മേക്കർ അയാൾ തന്നെയാണ്. 2004 ഒരു 19കാരൻ്റെ കണ്ണീരിൽ തുടങ്ങിയതാണ് പോർച്ചുഗലിനായുള്ള അയാളുടെ ഈ യാത്ര. ആ കണ്ണീരിന്നും വറ്റിയിട്ടില്ല. തന്നെ പരിഹസിച്ചവർക്കും അഹങ്കാരി എന്ന് വിളിച്ചവർക്കും മുന്നിൽ ഈ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിംഹാസനം കീഴടക്കാനാണ് അയാളുടെ ഈ അവസാനത്തെ വരവ്. ഇന്നത്തെ പോർച്ചുഗൽ ടീം റൊണാൾഡോയിൽ മാത്രം ആശ്രയിക്കുന്ന ഒന്നേയല്ല, മറിച്ച് റൊണാൾഡോ എന്ന ഇതിഹാസത്തിനു വേണ്ടി ജീവൻ കളയാൻ മടിയില്ലാത്ത ഒരു പുതിയ തലമുറയുടെ പടയോട്ടമാണ്. ബ്രൂണോയും സിൽവയും ലിയാവോയും മെൻഡസും ഇന്ന് ലോക ഫുട്ബോളിലെ രാജാക്കന്മാരാണ്. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, തങ്ങളെ ഫുട്ബോളിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച തങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ ആ മനുഷ്യന് ഏറ്റവും മനോഹരമായ ഒരു യാത്രയപ്പ് നൽകുക. കണ്ണുകളടച്ച് ഒരു നിമിഷം നിങ്ങളും സങ്കല്പിച്ച് നോക്കൂ. 2026 വേൾഡ് കപ്പ് ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ വടക്കേ അമേരിക്കൻ ആകാശത്തിന് താഴെ കോടാനുകൂടി ആരാധകരുടെ പ്രാർത്ഥനകൾ സഫലമാക്കിക്കൊണ്ട് ആ കനകക്കിരീടം റൊണാൾഡോ തൻ്റെ കൈകളിലേക്ക് ഉയർത്തുന്ന കാഴ്ച, തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നത്തിന് അയാൾ മുത്തം നൽകുന്ന കാഴ്ച, ആനന്ദ കണ്ണീരോടെ കളിയിലെല്ലാ ചെറുപ്പക്കാരും ആ 41കാരനെ തോളിലേറ്റുന്ന കാഴ്ച, അതൊരു ചരിത്രത്തിൻ്റെ പൂർണ്ണത തന്നെയായിരിക്കും. കാൽപന്ത് കളിയോട് സ്വന്തം ജീവിതം കൊണ്ടും നീതി പുലർത്തിയ ഒരു മനുഷ്യന് ഫുട്ബോൾ ദൈവം കാത്തുവച്ച മഹത്തായ സമ്മാനം കൂടിയായിരിക്കുന്നത്. അതെ, ആ സുദിനത്തിനായി നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. റൊണാൾഡോയും അയാളുടെ പോർച്ചുഗൽ സൈന്യവും ചരിത്രത്തിലേക്ക് നടന്നു കയറുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നതെല്ലാം കാലത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുള്ള ചരിത്രം തന്നെയായിരിക്കും. ഇതിൻ്റെ അവസാനം എന്താണെന്നറിയില്ല, പക്ഷേ ദൈവത്തിൻ്റെ മാലാഖ കൂട്ടങ്ങൾക്കിടയിൽ അയാളുടെ പോർച്ചുഗലും അയാളുടെ എല്ലാമായ റൊണാൾഡോയും കിരീടമുയർത്തുന്നതും ആനന്ദലഹരിയിൽ പോർച്ചുഗൽ ജനതയും നിറഞ്ഞാടുന്ന നേരവും കാത്ത് വിധിയുടെ ഒടുക്കത്തെ മോക്ഷത്തിനായി അയാൾ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതെ പ്രിയപ്പെട്ട ജോട്ട, നിൻ്റെ ആത്മസംതൃപ്തി ഞങ്ങളുടെ സത്യമാണ്. അത് നേടിത്തന്നേ നിന്നെ ഞങ്ങൾ പൂർണ്ണമായി യാത്രയാക്കുകയുള്ളൂ. Sees them celebrate. Power, panache. The Portuguese story is not about potential.